നറൂട്ടോ ഷിപ്പുഡനിലെ വാറാർക്ക് യുദ്ധം തുടങ്ങി മണ്ണ് പറന്നു കാറ്റ് ഗംഭീരമായി വീശി വീഴ്ചയറിയാതെ തേർഡ് റൈക്കാകെ നൂറുകണക്കിന് ഷിനോബികളെ വീഴ്ത്തുന്നു. ശേഷം റൈക്കാകെ തന്നെ പറയും, ഒരു ശക്തിയുള്ള വിൻ സ്റ്റൈൽ യൂസർക്ക് മാത്രമേ എന്നെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടെമരി പറയും, എന്നേക്കാൾ നന്നായി വിൻ സ്റ്റൈൽ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളും ഈ ലൈറ്റ് ഫോഴ്സിലില്ലെന്ന്. പക്ഷേ അപ്പോഴും ടെമരിക്ക് അറിയില്ലായിരുന്നു തേർഡ് റൈക്കാകെ എത്രത്തോളം ശക്തനാണ്. പിന്നീട് അതേ തേർഡ് റൈക്കാകയുടെ മുന്നിൽ തന്നെ ടെമരിയും സംഘവും വീഴുന്നു. അപ്പോഴാണ് പൊടി പടലങ്ങൾക്കിടയിലൂടെ ഒരു ഓറഞ്ച് ഔറയാൽ ചുറ്റപ്പെട്ട ഒരു ക്യാരക്ടർ വരുന്നു. നറൂട്ടോ, അതെ നറൂട്ടോ ഒരു ഷാഡോ ക്ലോൺ മാത്രം. ശേഷം നറൂട്ടോ റാസൻ ചുടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. റൈക്കാകെ അത് ഈസി ആയിട്ട് തന്നെ ഡോട്ട് ചെയ്യും. അപ്പോൾ ടെമരി പറയും, ഇവനെ കൊണ്ടൊന്നും ആവില്ല. അതിനുശേഷം നറൂട്ടോ ഒരു ഓർഡിനറി റസൻകാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ടെമരി പറയും, ഒരു റാസൻ ചുരുക്കൽ പോലും ഏൽക്കാത്ത ഈ റൈക്കാകെ ഇവൻ ഒരു ഓർഡിനറി റസൻകാൻ കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്നിട്ട് സേജ് മോഡ് ഓണാക്കി റൈക്കാകയുടെ ഫിംഗർ ടാഗ് ഡോട്ട് ചെയ്ത് റൈക്കാകയുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ റസൻകാൻ അടിച്ച് നോക്കൗട്ട് ചെയ്യും. ശക്തനായ തേർഡ് റൈക്കാകെ ഒരു നോർമൽ റസൻകാൻ വെച്ച് നോക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ടെമരി നല്ല രീതിയിൽ ഷോക്ക്. അപ്പോൾ ഇവരെല്ലാം മറന്നുപോയൊരു കാര്യമുണ്ട്, നറൂട്ടോയുടെ അച്ഛൻ 1000 റോക്ക് ഷിനോബികളെ സെക്കൻഡുകൾ കൊണ്ട് എഴുതിയ യെല്ലോ ഫ്ലാഷ് ഓഫ് ദി മിനാത്തോ ആണെന്ന്. അങ്ങനെയുള്ള മിനാത്തോയുടെ മകൻ ഇതല്ല, ഇതിന് അപ്പുറം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.